ഹലോ എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു ക്ലാസ്സിലോട്ട് ഏവർക്കും സ്വാഗതം. അപ്പം ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒ ബി ജിയിലെ തന്നെ മറ്റൊരു ടോപ്പിക്കാണ്. നിങ്ങൾക്ക് ഏവർക്കും കേട്ടുപരിചയം കാണല്ലേ, നമ്മൾ ഫോർത്ത് ഇയർ ഒ ബി ജിയിൽ ഇത് വ്യക്തമായിട്ട് പഠിച്ചിട്ടുള്ള കാര്യമാണ്, ഇൻട്രായൂട്രൈൻ ഗ്രോത്ത് റെസ്ട്രിക്ഷൻ. ഓക്കെ, അപ്പം ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. ഇതിനകത്തുനിന്ന് നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ പ്രതീക്ഷിക്കാം. അപ്പം നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഇൻട്രായൂട്രൈൻ ഗ്രോത്ത് റെസ്ട്രിക്ഷനെ കുറിച്ച് നമുക്ക് പഠിക്കാനുള്ളത്. IUGR വളരെ സുപരിചിതമായിട്ടുള്ള ഒരു ടോപ്പിക് ആയിരുന്നു അല്ലേ, നമ്മൾ പഠിക്കുന്ന സമയത്ത്. അപ്പോൾ ഇത് എന്താണ് ഇതിന്റെ ഡെഫിനിഷൻ, എന്താണ് IUGR എന്ന് പറയുന്നത്, അതിന്റെ ക്രൈറ്റീരിയാസ് എന്തൊക്കെയാണ്, കോസസ് എന്തൊക്കെയാണ്, അതിന്റെ മാനേജ്മെന്റ് എങ്ങനെയാണ്, ഒക്കെയാണ് നമ്മളിപ്പോൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് എന്താണ് ഡെഫിനിഷൻ നോക്കാം. അതായത് ഫീറ്റൽ ഗ്രോത്ത് റെസ്ട്രിക്ഷൻ അഥവാ FGR ഈസ് സെഡ് ടു ബി പ്രസന്റ് ഇൻ ദോസ് ബേബീസ് ഹൂസ് ബർത്ത് വെയിറ്റ് ഈസ് below the 10th percentile of the average of the gestational age, and the growth restriction can occur in preterm, term or post-term babies. അപ്പം നമുക്കറിയാം ഈ IUGR അല്ലെങ്കിൽ ഇവരുടെ ഈ ഗ്രോത്ത് റെസ്ട്രിക്ഷൻ ഉണ്ടാവുന്നത് എപ്പോഴാണ്? അതൊന്ന് പ്രീ ടേമിൽ ഉണ്ടാവാം, അല്ലെങ്കിൽ എന്താണ് ടേം ആവുമ്പോൾ ഉണ്ടാവാം, അല്ലെങ്കിൽ പോസ്റ്റ് ടേം ബേബീസിലും ഈ IUGR വരാം. അത് നേരത്തെ വരുന്നതാവാം, അല്ലെങ്കിൽ എന്താണ് ലേറ്റ് പ്രഗ്നൻസിയിൽ വരുന്നതാവാം, എങ്ങനെ വേണമെങ്കിലും അത് സംഭവിക്കാം. അതിൽ നമ്മൾ പറയുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ, അതായത് ബർത്ത് വെയിറ്റ് 10th പെർസെൻറ്റേജിലും കുറവാണെങ്കിലാണ് നമ്മൾ എന്ത് പറയുന്നത്, IUGR എന്ന് പറയുന്നത്. അത് ഓർത്തിരിക്കുക കേട്ടോ. 10th പെർസെൻറ്റേജിനേക്കാളും കുറവായിരിക്കും ബർത്ത് വെയിറ്റ് എന്ന് പറയുന്നത്. ഇനി ഇൻസിഡൻസ് എത്രയാണ്? FGR which comprises about 1/3 of low birth babies. എല്ലാ ലോ ബർത്ത് ബേബീസിനെയും 1/3 ഓഫ് എന്തായിരിക്കും, FGR ആയിരിക്കും അല്ലേ, ഫീറ്റൽ ഗ്രോത്ത് റെസ്ട്രിക്ഷൻ ആയിരിക്കും. ആൻഡ് ഇൻ ഡെവലപ്ഡ് കൺട്രീസിലാണെങ്കിൽ ഇത് എത്രയായിരിക്കും? ഇറ്റ്സ് ഓവറോൾ ഇൻസിഡൻസ് ഈസ് അബൌട്ട് 2 to 8% ആണ്. അപ്പം ഏതൊരു ലോ ബർത്ത് വെയിറ്റ് ബേബീനെ എടുത്തു കഴിഞ്ഞാലും അത് ഈ ലോ ബർത്ത് വെയിറ്റും അതേപോലെ തന്നെ IUGRും തമ്മിൽ വ്യത്യാസമുണ്ട് അല്ലേ. അതായത് ബർത്ത് വെയിറ്റ് മാത്രം കുറഞ്ഞതുകൊണ്ട് നമുക്ക് ഇതിനെ IUGR അല്ലെങ്കിൽ ഫീറ്റൽ ഗ്രോത്ത് റെസ്ട്രിക്ഷൻ എന്ന് പറയാൻ പറ്റില്ല. അപ്പം എത്രയായിരിക്കും, എല്ലാ ലോ ബർത്ത് വെയിറ്റ് ബേബീസിനെ എടുത്ത് നോക്കിക്കഴിഞ്ഞാലും അതിൽ ഒരു 1/3 IUGR ആയിരിക്കും. അതേപോലെ തന്നെ ഡെവലപ്ഡ് കൺട്രീസിൽ എത്രയാണ് ഇതിന്റെ ഇൻസിഡൻസ് എന്ന് പറയുന്നത്? 2 to 8% ആണ്. ആൻഡ് ദ ഇൻസിഡൻസ് among the term babies is about 5% ആണ്. ആൻഡ് ദാറ്റ് among the post term babies about 15%. ഇത് ജസ്റ്റ് അറിഞ്ഞിരിക്കുക കേട്ടോ, ഓരോന്നിന്റെയും ഇൻസിഡൻസ് എത്രയാണ്. അപ്പം ഇവിടെ എവിടെയാണ്, ഡെവലപ്ഡ് കൺട്രീസിലാണെങ്കിൽ 2 to 8% ആണ്. അതേപോലെ തന്നെ ടേം ബേബീസിലാണെങ്കിൽ 5% ആണ്. പോസ്റ്റ് ടേം ബേബീസിലാണെങ്കിൽ 15% ആണ്. ഇനി IUGRനെ നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം, അല്ലെങ്കിൽ ഫീറ്റൽ ഗ്രോത്ത് റെസ്ട്രിക്ഷനെ നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. അതായത് സിമെട്രിക്കൽ ഫീറ്റൽ ഗ്രോത്ത് റെസ്ട്രിക്ഷനും ഉണ്ട്, അതേപോലെ തന്നെ അസിമെട്രിക്കലും ഉണ്ട്. സിമെട്രിക്കൽ എന്ന് പറഞ്ഞാൽ അതായത് ഓൾമോസ്റ്റ് 20%ഉം എന്തായിരിക്കും, സിമെട്രിക്കൽ IUGR ആയിരിക്കും. ബാക്കി 80% എന്ന് പറയുന്നത് എന്തായിരിക്കും, അസിമെട്രിക്കൽ IUGR ആയിരിക്കും. അപ്പോൾ ഈ സിമെട്രിക്കൽ എന്താ നോക്കുക. അതായത് the fetus is affected from the noxious effect very early in the phase of cellular hyperplasia. ടോട്ടൽ സെൽ നമ്പർ കുറവായിരിക്കും. അതേപോലെ തന്നെ എന്താണ്, ദിസ് ഫോം ഓഫ് ഗ്രോത്ത് റിട്ടാർഡേഷൻ ഈസ് മോസ്റ്റ് ഓഫൺ കോസ്ഡ് ബൈ സ്ട്രക്ചറൽ ഓർ ക്രോമസോമൽ അബ്നോർമാലിറ്റീസ് ഓർ കൺജനൈറ്റൽ ഇൻഫെക്ഷൻ. അതായത് വളരെ നേരത്തെ ഒക്കൂർ ചെയ്യുന്നത്, അതായത് ആ ഒരു പ്രഗ്നൻസിന്റെ തുടക്കത്തിലേ ഉണ്ടാകുന്നതാണ് ഈ സിമെട്രിക്കൽ IUGR എന്ന് പറയുന്നത്. അപ്പം ഇതിന്റെ മോസ്റ്റ് കോമൺ കോസസ് എന്ന് പറയുന്നത് എന്തൊക്കെയായിരിക്കും? ഒന്ന് എന്താണ്, എന്തെങ്കിലും ഒരു സ്ട്രക്ചറൽ അല്ലെങ്കിൽ ക്രോമസോമൽ അബ്നോർമാലിറ്റീസ് കാരണം ഉണ്ടാവുക, അല്ലെങ്കിൽ എന്തെങ്കിലും കൺജനൈറ്റൽ ഇൻഫെക്ഷൻസ് കാരണം, അതായത് ടോർച്ച് ഇൻഫെക്ഷൻസ് ഒക്കെ നമ്മൾ പഠിക്കുന്നില്ലേ, ആ ടോർച്ച് ഇൻഫെക്ഷൻസ് കാരണമൊക്കെ ഇതൊക്കെ ഏർലി സ്റ്റേജ് ഓഫ് പ്രഗ്നൻസിയിൽ ആ അമ്മേനെ അഫക്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് IUGR ഉണ്ടാവാനുള്ള ഒരു കോസാണ്, അതായത് സിമെട്രിക്കൽ IUGR ഉണ്ടാവാനുള്ള ഒരു കാരണമാണ്. പിന്നെ എന്ന് പറയുന്നത് പാത്തോളജിക്കൽ പ്രോസസ് ഈസ് ഇൻട്രിൻസിക് ടു ദ ഫീറ്റസ് ആൻഡ് ഇൻവോൾവ്സ് ഓൾ ദ ഓർഗൻസ് ഇൻക്ലൂഡിംഗ് ദ ഹെഡ്. അപ്പൊ എല്ലാ ഓർഗൻസിനെയും എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു ഗ്രോത്ത് റെസ്ട്രിക്ഷൻ അഫക്റ്റ് ചെയ്യുന്നുണ്ട്. ഈ ഹെഡിനെയും അതേപോലെ തന്നെ ബാക്കിയല്ല, ഇൻക്ലൂഡിംഗ് ഹെഡ് എന്നാണ് പറയുന്നത്. അപ്പൊ നമ്മുടെ എല്ലാ ഓർഗൻസിനെയും, അതായത് ആ കൊച്ചിന്റെ എല്ലാ ഓർഗൻസിനെയും ഈ ഒരു ഗ്രോത്ത് റെസ്ട്രിക്ഷൻ അഫക്റ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ അടുത്തതാണ് അസിമെട്രിക്കൽ IUGR. അസിമെട്രിക്കൽ നമ്മൾ പറഞ്ഞു, സിമെട്രിക്കൽ 20% ആയിരുന്നു. അപ്പൊ അസിമെട്രിക്കൽ എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് 80% ആണ്. അപ്പൊ അതിൽ പറയുന്നത് എന്താ വെച്ചാൽ, ഫീറ്റസ് ഈസ് അഫക്റ്റഡ് ഇൻ ലേറ്റർ മന്ത്സ് ഡ്യൂറിംഗ് ദ ഫേസ് ഓഫ് സെല്ലുലാർ ഹൈപ്പർട്രോഫി ആൻഡ് ദ ടോട്ടൽ സെൽ നമ്പർ റിമെയിൻസ് ദ സെയിം ബട്ട് ദ സൈസ് ഈസ് സ്മോളർ ദാൻ നോർമൽ. അല്ലെ, ടോട്ടൽ സെൽ നമ്പർ ഇവിടെ എന്തായിരിക്കും,
സെയിം ആയിരിക്കും, പക്ഷേ സെൽ സൈസ് എന്ന് പറയുന്നത് നോർമലിനേക്കാളും കുറവായിരിക്കും. അതേപോലെ തന്നെ അസിമെട്രിക്കൽ ഗ്രോത്ത് റിട്ടാർഡേഷൻ ഉണ്ടാകുന്ന കാരണം എന്ന് പറയുന്നത് എന്താണ്? മെറ്റേണൽ ഡിസീസ് എക്സ്ട്രിൻസിക് ടു ദ ഫീറ്റസ്, എന്തെങ്കിലും മെറ്റേണൽ ഡിസീസസ് കാരണമൊക്കെ ഉണ്ടാവുന്നതാണ് അസിമെട്രിക്കൽ IUGR എന്ന് പറയുന്നത്. ഇപ്പൊ നേരത്തെ നമ്മൾ പറഞ്ഞു എല്ലാ ഓർഗൻസിനെയും അഫക്ട് ചെയ്യുന്നുണ്ടെന്ന്, പക്ഷെ ഇവിടെ എന്തായിക്കൊള്ളണമെന്നില്ല, എല്ലാ ഓർഗൻസിനെയും ഇത് അഫക്ട് ചെയ്തോളണമെന്നില്ല. ഓക്കെ, അതുപോലെ ഇത് എപ്പോഴാണ് ഉണ്ടാവുന്നത്? അതായത് ലേറ്റ് ഫേസസിലാണ്, അതായത് ലേറ്റർ മന്ത്സ് ഡ്യൂറിങ് ദ ഫേസ് ഓഫ് സെല്ലുലാർ ഹൈപ്പർട്രോഫി. മറ്റേതാണെങ്കിലോ, അതായത് സിമെട്രിക്കൽ ആണെങ്കിലോ ഏർലി ഫേസസിലാണ് ഒക്കർ ചെയ്യുന്നത്. അപ്പൊ കോസസ് നമ്മൾ പഠിച്ചല്ലോ, സോറി, അപ്പൊ അതിന്റെ ക്ലാസിഫിക്കേഷൻ നമ്മൾ പഠിച്ചല്ലോ. മെയിൻ ആയിട്ട് രണ്ട് ക്ലാസിഫിക്കേഷൻ നമ്മൾ പഠിച്ചു, സിമെട്രിക്കലും അസിമെട്രിക്കലും. ഓക്കെ, ഇനിയാണ് നമ്മൾ ഇതിന്റെ മെയിൻ ആയിട്ടുള്ള കാര്യം പഠിക്കാൻ പോകുന്നത്, അതായത് എത്തിയോളജിക്കൽ ഫാക്ടേഴ്സ്. അപ്പം നമുക്കറിയാം, നമ്മളൊരു ഡിസീസ് കണ്ടീഷൻ പഠിക്കുമ്പോൾ, അല്ലെങ്കിൽ പ്രത്യേകിച്ച് നമ്മൾ OBGയിൽ ഒരു ഡിസീസ് കണ്ടീഷൻ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനെപ്പോഴും നമുക്ക് ഈ എത്തിയോളജീനെ നമുക്ക് 4 ഡിവിഷൻ ആയിട്ട് പറയാൻ പറ്റും അല്ലേ? അതായത് എന്തൊക്കെ കാരണങ്ങൾ കൊണ്ട് ഒരു പ്രഗ്നന്റ് ലേഡിക്ക് അസുഖങ്ങൾ വരാം, അല്ലെ? അല്ലെങ്കിൽ എന്തൊക്കെ കാരണങ്ങൾ കൊണ്ട് ആ ഒരു പ്രഗ്നന്റ് ലേഡീനെയും കുഞ്ഞിനെയും അഫക്ട് ചെയ്യുന്നു, അതിന് നമുക്ക് 4 കാരണങ്ങൾ നമുക്ക് പറയാൻ പറ്റും. അതായത് ഒന്നെന്ന് പറഞ്ഞാൽ മെറ്റേണൽ കോസ് കാരണം ഉണ്ടാവാം, രണ്ടാമത്തേത് എന്തെങ്കിലും ഫീറ്റൽ കോസസ് കാരണം ഉണ്ടാവാം, മൂന്നാമത്തേത് പ്ലാസന്റൽ കോസസ് കാരണം ഉണ്ടാവാം, നാലാമത്തേത് അൺനോൺ ഫാക്ടേഴ്സ്, അല്ലേ? നമുക്കറിയില്ല എന്ത് കാരണമാണ് ഇത് വരുന്നതെന്നുള്ളത്. അപ്പോൾ ഓർത്തിരിക്കുക, അപ്പം IUGRന്റെ മെയിൻ കോസസ് എന്ന് പറയുന്നത് ഒന്ന് മെറ്റേണൽ ഫാക്ടേഴ്സ് വരാം, രണ്ടാമത്തേത് ഫീറ്റൽ ഫാക്ടേഴ്സ് വരാം, പ്ലാസന്റൽ ഫാക്ടേഴ്സ് വരാം, പിന്നെ അൺനോൺ. ഇനി ഓരോന്നിനകത്തും എന്തൊക്കെയാണ് ഫാക്ടേഴ്സ് എന്നുള്ളത് നമുക്ക് നോക്കാം. ഇപ്പൊ മെറ്റേണൽ കോസസ് ആണെങ്കിൽ, അതായത് മെറ്റേണൽ ന്യൂട്രീഷൻ ബിഫോർ ആൻഡ് ഡ്യൂറിങ് ദ പ്രഗ്നൻസി. അപ്പൊ നമുക്കറിയാം, കുഞ്ഞിന്റെ ഗ്രോത്ത് റിസ്ട്രിക്ഷൻ അല്ലെങ്കിൽ കുഞ്ഞിന് ഒരു ഗ്രോത്ത് റിട്ടാർഡേഷൻ ഉണ്ടാവുന്നുണ്ടെങ്കിൽ അത് മെയിൻ കാരണം നമുക്ക് അമ്മയുടെ ഹെൽത്തുമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റും അല്ലെ? അതായത് അമ്മ കഴിക്കുന്ന ഫുഡ്, അതായത് അമ്മ പ്രഗ്നന്റ് ആവുന്നതിന് മുമ്പേ ഉള്ള അമ്മയുടെ ന്യൂട്രീഷണൽ സ്റ്റാറ്റസ് എങ്ങനെയാണ്, പ്രഗ്നന്റ് ആയി കഴിഞ്ഞതിന് ശേഷമുള്ള അമ്മയുടെ ന്യൂട്രീഷണൽ സ്റ്റാറ്റസ് എങ്ങനെയാണ്, അതിനൊക്കെ ബേസ് ചെയ്തിരിക്കും ആ കുഞ്ഞിന്റെ ഹെൽത്തും കൂടെ അല്ലെ? അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത് മെറ്റേണൽ ന്യൂട്രീഷൻ ബിഫോർ ആൻഡ് ഡ്യൂറിങ് പ്രഗ്നൻസി. അതിൽ വരുന്നത് എന്തെങ്കിലും ക്രിട്ടിക്കൽ സബ്സ്ട്രേറ്റ് റിക്വയർമെന്റ് ഫോർ ദ ഫീറ്റൽ ഗ്രോത്ത് സച്ച് ആസ് ഗ്ലൂക്കോസ്, അമിനോ ആസിഡ്സ്, ഓക്സിജൻ ആർ ഡെഫിഷ്യന്റ് ഡ്യൂറിങ് ദ പ്രഗ്നൻസി. അല്ലെ, കുഞ്ഞിന്റെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ടുള്ള ന്യൂട്രീഷൻസ് ഒക്കെ എവിടുന്നാ കിട്ടുന്നത്? അമ്മേന്റെ ബോഡിയിൽ നിന്നല്ലേ? അപ്പൊ അമ്മ അത് ഇൻസഫിഷ്യന്റ് ആയിട്ടാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ കുഞ്ഞിന് വേണ്ടിയിട്ടുള്ള സഫിഷ്യന്റ് ആയിട്ടുള്ള ന്യൂട്രീഷൻസ് ഒന്നും കിട്ടുന്നില്ല അല്ലെ? അപ്പൊ അതൊരു മെയിൻ കാരണമാണ്. അതാണ് ഇതൊരു ഇമ്പോർട്ടന്റ് കോസ് ഓഫ് IUGR എന്ന് പറയുന്നത്. അതായത് അണ്ടർ ന്യൂട്രീഷൻ ആയിട്ടുള്ള ഒരു മദറിന് ഉണ്ടാവുന്ന കുട്ടി എന്താവാം? IUGR ആവാം. ഓക്കെ, അതിനുള്ള ഒരു ചാൻസ് ഉണ്ട്. അതോടൊപ്പം തന്നെ മറ്റ് മെറ്റേണൽ ഡിസീസസ്, അതായത് അനീമിയ അല്ലെങ്കിൽ ഹൈപ്പർ ടെൻഷൻ, ത്രോംബോട്ടിക് ഡിസോർഡേഴ്സ്, അതേപോലെ തന്നെ ഹാർട്ട് ഡിസീസ്, ക്രോണിക് റീനൽ ഡിസീസ്, അല്ലെങ്കിൽ എന്തെങ്കിലും കൊളാജൻ വാസ്കുലാർ ഡിസീസസും ഒക്കെ എന്താണ്? മറ്റ് കോസുകളാണ്. ഓക്കെ, അപ്പോൾ ഒന്ന് മെറ്റേണൽ ന്യൂട്രീഷൻ നമ്മൾ പറഞ്ഞു, രണ്ടാമത്തെന്ന് പറയുന്നത് മെറ്റേണൽ ഡിസീസസ്. പിന്നെ ടോക്സിൻസും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് കൺസീവ് ആയിരിക്കുന്ന സമയത്ത് അമ്മ ആൽക്കഹോളിക് ആണെങ്കിലോ, അല്ലെങ്കിൽ അമ്മ സ്മോക്ക് ചെയ്യുന്ന ആള്, അല്ലെങ്കിൽ എന്തെങ്കിലും കൊക്കെയിൻസ്, ഹെറോയിൻസ്, ഡ്രഗ്സ് അങ്ങനത്തെ ഒക്കെ ഉപയോഗിക്കുന്ന ആളാണെങ്കിൽ അത് ആ കൊച്ചിനെ എന്ത് ചെയ്യും? കാര്യമായിട്ട് ബാധിക്കും. അതേപോലെ FGR ഉണ്ടാവാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ ഓർത്തിരിക്കുക, ഇതൊക്കെയാണ് മെറ്റേണൽ കോസസ് എന്ന് പറയുന്നത്. ഒന്ന് മെറ്റേണൽ ന്യൂട്രീഷൻ ഉണ്ട്, രണ്ടാമത്തേത് മെറ്റേണൽ ഡിസീസസ് ഉണ്ട്. ഡിസീസസിനകത്ത് നമുക്ക് എന്തൊക്കെ പറയാം? അനീമിയ പറയാം, ഹൈപ്പർ ടെൻഷൻ പറയാം, ത്രോംബോട്ടിക് ഡിസീസ് പറയാം, ഹാർട്ട് ഡിസീസ്, ക്രോണിക് റീനൽ ഡിസീസ്, അല്ലെങ്കിൽ കൊളാജൻ വാസ്കുലാർ ഡിസീസസ് ഒക്കെ പറയാം. പിന്നെ ടോക്സിൻസ് ഒക്കെ യൂസ് ചെയ്യുന്ന മദേഴ്സ് ആണെങ്കിലും കുഞ്ഞിന് FGR വരാനുള്ള സാധ്യതകളുണ്ട്. ഇനി ഫീറ്റൽ കോസസ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. അപ്പൊ മെറ്റേണൽ കോസ് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലേ? ഫീറ്റൽ കോസ് എന്ന് പറയുമ്പോൾ അതിനകത്ത് എന്തെങ്കിലും സ്ട്രക്ചറൽ അനോമാലി, അതായത് സ്ട്രക്ചറൽ അനോമാലി എന്ന് പറയുമ്പോൾ ഒന്നുകിൽ അത് കാർഡിയോവാസ്കുലർ ഡിസീസസ് ആവാം, അല്ലെങ്കിൽ റീനൽ ഡിസീസസ് ആവാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഡിസോർഡേഴ്സ് കാരണം ഉണ്ടാവാം. അതായത് കാർഡിയോവാസ്കുലർ ഡിസീസസും റീനൽ വാസ്കുലർ ഡിസീസസ് ഒക്കെ ഉണ്ടാവുന്ന സമയത്ത്, റീനൽ ഡിസീസസ് ഒക്കെ ഉണ്ടാവുന്ന സമയത്ത് എന്താണ്? ഇവരുടെ ബ്ലഡ് ഫ്ലോയും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒബ്സ്ട്രക്ഷൻസ് ഉണ്ടാവും അല്ലേ? അതൊക്കെ എന്ത് ചെയ്യും? കുഞ്ഞിന്റെ ഗ്രോത്തിനെ നന്നായിട്ട് ബാധിക്കുന്ന കാര്യങ്ങളാണ്. അതുപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ് ക്രോമസോമൽ അബ്നോർമാലിറ്റി എന്ന് പറയുന്നത്. അതായത് ക്രോമസോമൽ അബ്നോർമാലിറ്റി ഈസ് അസോസിയേറ്റഡ് വിത്ത് 8 to 12% ഓഫ് ദ ഗ്രോത്ത് റിട്ടാർഡഡ് ഇൻഫൻസ്. അപ്പൊ അതിൽ എന്തൊക്കെയാണ് കോമൺ അനോമാലീസ് എന്ന് പറയുന്നത്? അതായത് ട്രിപ്ലോയിഡ് ആൻഡ് അന്യൂപ്ലോയിഡി, അതായത് ട്രൈസോമി 13, 18, 21 അതേപോലെ തന്നെ ടർണർ സിൻഡ്രം ആർ കോമൺലി ഒബ്സർവ്ഡ്. അപ്പൊ അത് ഓർത്തിരിക്കുക കേട്ടോ. ഫീറ്റൽ കോസസിൽ വരുന്ന മെയിൻ കാര്യങ്ങളാണ് സ്ട്രക്ചറൽ അനോമാലീസും ക്രോമസോമൽ അനോമാലീസും.
അതോടൊപ്പം തന്നെ മറ്റ് ഫീറ്റൽ കോസസും കൂടെ നമുക്ക് നോക്കാം. ഒന്നാമത്തെയാണ് ഇൻഫെക്ഷൻ, ടോർച്ച് ഇൻഫെക്ഷൻ എന്ന് പറയുന്നത് അല്ലേ. ടോർച്ച് ഇൻഫെക്ഷൻ നമുക്കറിയാം, ടോക്സോപ്ലാസ്മോസിസ്, റുബെല്ല, സൈറ്റോമെഗാലോ വൈറസ് ആൻഡ് ഹെർപ്പസ് സിംപ്ലെക്സ്. ഓക്കെ, അപ്പോൾ ഇത്രയും കൂടുന്നതാണ് ടോർച്ച് ഇൻഫെക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ടോർച്ച് ഇൻഫെക്ഷൻ കൊണ്ടുവരാം, അല്ലെങ്കിൽ എന്തുകൊണ്ട് വരാം, മലേറിയ കാരണം വരാം. പിന്നെ മൾട്ടിപ്പിൾ പ്രഗ്നൻസി ആവാം, അതായത് ട്വിൻസസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അതിലെന്താണ് മെക്കാനിക്കൽ ഹിൻഡ്രൻസ് ടു ഗ്രോത്ത് ആൻഡ് എക്സസീവ് ഫീറ്റൽ ഡിമാൻഡ് അല്ലേ. രണ്ട് കുഞ്ഞുങ്ങൾക്കും വേണ്ടിയിട്ട് രണ്ട് കുഞ്ഞുങ്ങളുണ്ടാവുമല്ലോ, അപ്പൊ അല്ല രണ്ടോ അതിലധികമോ ഉണ്ടാവും അല്ലെ. അപ്പൊ എന്തായിരിക്കും എന്ന് വെച്ചാൽ ഫീറ്റൽ ഡിമാൻഡ് കൂടുതലായിരിക്കും. ഫീറ്റൽ ഡിമാൻഡ് കൂടുന്നതിനനുസരിച്ച് ഇത് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ന്യൂട്രീഷ്യസ് ഫാക്ടേഴ്സ് ഒന്നും അമ്മയുടെ ബോഡിയിൽ ഇല്ല എന്നുണ്ടെങ്കിൽ അത് കുഞ്ഞിനെ എന്ത് ചെയ്യും, നെഗറ്റീവായിട്ട് ബാധിക്കും. അതായത് FGR ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഇനി എന്താണ് പ്ലാസന്റൽ ഫാക്ടേഴ്സ് എന്ന് നോക്കാം. അപ്പൊ നമ്മൾ മെറ്റേണൽ ഫാക്ടേഴ്സ് പറഞ്ഞു, ഫീറ്റൽ ഫാക്ടേഴ്സ് പറഞ്ഞു അല്ലേ. അപ്പൊ മൂന്നാമത്തെ ഫാക്ടേഴ്സ് ആണ് പ്ലാസന്റൽ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ എന്തൊക്കെ വരാം, ദ കോസസ് ഇൻക്ലൂഡ് കേസസ് ഓഫ് പുവർ യൂട്രൈൻ ബ്ലഡ് ഫ്ലോ ടു ദ പ്ലാസന്റൽ സൈറ്റ് ഫോർ എ ലോങ് ടൈം അല്ലേ. അതായത് അമ്മയുടെ പ്ലാസന്റയിലേക്കുള്ള ബ്ലഡ് ഫ്ലോ ഇൻറപ്റ്റ് ആവുകയോ അല്ലെങ്കിൽ കുറയോ ചെയ്യുകയാണെങ്കിൽ അത് FGR ഉണ്ടാവാനുള്ള കാരണമാണ്. ദിസ് ലീഡ്സ് ടു ക്രോണിക് പ്ലാസന്റൽ ഇൻസഫിഷ്യൻസി വിത്ത് ഇൻഅഡിക്വേറ്റ് സബ്സ്ട്രേറ്റ് ട്രാൻസ്ഫർ. ഓക്കെ, അപ്പം പ്ലാസന്റൽ ഇൻസഫിഷ്യൻസി ഉണ്ടായി കഴിഞ്ഞാൽ കുഞ്ഞിന് ഈ ന്യൂട്രീഷൻസ് ഒക്കെ കിട്ടുന്നത് എങ്ങനെയാണ്, അമ്മയിൽ നിന്നും പ്ലാസന്റ വഴിയല്ലേ കിട്ടുന്നത്, അതായത് ത്രൂ ബ്ലഡ് അല്ലേ കിട്ടുന്നത്. അപ്പം ഇതിന് ഈ എന്തെങ്കിലും ഒരു പ്ലാസന്റൽ ഒബ്സ്ട്രക്ഷൻസോ അല്ലെങ്കിൽ പ്ലാസന്റൽ ഇൻസഫിഷ്യൻസിയോ ഒക്കെ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ അതെന്തിന് കാരണമാവും, കുഞ്ഞിന് അഡിക്വേറ്റ് ആയിട്ടുള്ള ന്യൂട്രീഷനോ അല്ലെങ്കിൽ കുഞ്ഞിന് അഡിക്വേറ്റ് ആയിട്ടുള്ള സപ്ലൈ ഉണ്ടാവുന്നില്ല, ന്യൂട്രീഷന്റെ സപ്ലൈ ഉണ്ടാവുന്നില്ല. അപ്പൊ അത് ഒരു കാരണമാണ് ദ പ്ലാസന്റൽ പാത്തോളജി. അപ്പൊ പ്ലാസന്റൽ പാത്തോളജി എന്തൊക്കെയായിരിക്കാം, ഒന്നുകിൽ അത് പ്ലാസന്റ പ്രീവിയ ആവാം, അല്ലെങ്കിൽ എന്തെങ്കിലും അബ്രപ്ഷൻസ് ആവാം, പിന്നെ എന്താണ് സർക്കംവാലേറ്റ് പ്ലാസന്റ ആവാം, അല്ലെങ്കിൽ പ്ലാസന്റയ്ക്ക് ഉണ്ടാകുന്ന എന്തെങ്കിലും ഇൻഫെക്ഷൻസ് അല്ലെങ്കിൽ മൊസൈക്കിസോ ഒക്കെ കാരണം കൊണ്ടാവാം അല്ലേ. അതായത് എന്തെങ്കിലും പ്ലാസന്റയ്ക്ക് ഉണ്ടാവുന്ന അബ്നോർമാലിറ്റീസോ പ്ലാസന്റൽ ബ്ലഡ് ഫ്ലോയിൽ ഉണ്ടാവുന്ന ഇൻസഫിഷ്യൻസിയോ ഒക്കെ കാരണം എന്തുണ്ടാവാം, FGR ഉണ്ടാവാം. അപ്പൊ ഇത് ഇമ്പോർട്ടന്റ് ആണ്, ഓർത്തിരിക്കുക പ്ലാസന്റൽ ഫാക്ടേഴ്സ്. ഇനി എന്തൊക്കെയാണ് predictive factors of FGR എന്നുള്ളത് നോക്കാം അല്ലേ. അപ്പൊ നമ്മൾ 3 ഫാക്ടേഴ്സ് പഠിച്ച്, നാലാമത്തെ ഫാക്ടർ ആയിട്ട് നമ്മൾ അൺനോൺ ഫാക്ടേഴ്സ് ആയിരുന്നു പറഞ്ഞു കഴിഞ്ഞത്. അത് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് കുറച്ച് predictive factors കൂടെ നോക്കാം. അപ്പൊ എന്തൊക്കെയാണ് predictive factors എന്ന് പറയുന്നത്, അതായത് presence of high risk factors നമ്മളൊന്ന് പറഞ്ഞു കഴിഞ്ഞു അല്ലേ. അതായത് എന്തെങ്കിലും മെറ്റേണൽ ഡിസീസ് ഉള്ള ആൾക്കാർ, അല്ലെങ്കിൽ എന്താണ് മദർ വിത്ത് പ്രായം കൂടിയ മദർ അല്ലെ, എൽഡർലി പ്രൈമികളാവാം, അല്ലെങ്കിൽ എ ലോ ലെവൽ ഓഫ് ഫസ്റ്റ് ട്രൈമസ്റ്റർ പാപ്പ 1 വാല്യൂ, ഇനി അബ്നോർമൽ യൂട്രൈൻ ആർട്ടറി ഡോപ്ലർ വാല്യൂസ് ആവാം. അതായത് അറ്റ് 20 to 24 വീക്സ് ഓഫ് പ്രഗ്നൻസിയിലാണ് ഇത് നോക്കേണ്ടത്. അപ്പൊ അതിൽ ഉണ്ടാവുന്ന എന്തെങ്കിലും അബ്നോർമാലിറ്റീസ് ഡിറ്റക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനത്തെ ആൾക്കാരൊക്കെ റിസ്ക് ആണ്. പിന്നെ ഫീറ്റൽ എക്കോജനിക് ബവലോൺ USG ഇതൊക്കെ കാണുന്നുണ്ടെങ്കിൽ ഇവരൊക്കെ എന്താണ്, കൂടുതൽ റിസ്ക് ആണ്, FGR കോസ് ചെയ്യാൻ കൂടുതൽ റിസ്ക് ഉള്ള ആൾക്കാരാണ്. ഇനി എന്തൊക്കെയാണ് ഡയഗ്നോസ്റ്റിക് ഫാക്ടേഴ്സ് എന്ന് നോക്കാം. ഓക്കെ, ഇനിയിപ്പോൾ ക്ലിനിക്കൽ ഡയഗ്നോസിസ് ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, പാൽപേറ്റ് ചെയ്ത് ഫസ്റ്റ് നമുക്ക് നമ്മുടെ അസസ്മെന്റ് പറയില്ലേ, അപ്പോൾ അതിനകത്ത് തന്നെ നമുക്ക് ആദ്യം തന്നെ പാൽപേറ്റ് ചെയ്ത് കണ്ടുപിടിക്കാം. അതായത് ക്ലിനിക്കൽ പാൽപേഷൻ ഓഫ് ദ യൂട്രസ് ഫോർ ദ ഫണ്ടൽ ഹൈറ്റ്, ലൈക്കർ വോളിയം ആൻഡ് ഫീറ്റൽ മാസ് ബൈ maybe that is used for screening and but it is less sensitive. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് പാൽപേറ്റ് ചെയ്ത് നോക്കാം, പാൽപേറ്റ് ചെയ്യാം. അതേപോലെ തന്നെ ഫണ്ടൽ ഹൈറ്റ് എടുക്കുക, അബ്ഡോമിനൽ ഗിർത്ത് നമ്മൾ എടുക്കുന്നുണ്ട്, അതിന്റെ കൂടെ തന്നെ ഫണ്ടൽ ഹൈറ്റും കൂടി എടുക്കുക. അപ്പോൾ ഈ ഫണ്ടൽ ഹൈറ്റ് എടുക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ നമ്മൾ ഈ അതായത് നമ്മുടെ ജസ്റ്റേഷണൽ ഏജിന് അപ്രോപ്രിയേറ്റ് ആണോ ഫണ്ടൽ ഹൈറ്റ് എന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, അപ്പം അത് ടേമിലോട്ടൊക്കെ എത്തുവാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഈ എൻഗേജ്മെന്റ് ഒക്കെ സംഭവിക്കുന്ന കേസസിലാണെങ്കിൽ ആ ഫണ്ടൽ ഹൈറ്റിൽ വേരിയേഷൻസ് വരാം. അപ്പോൾ ഈ ഫണ്ടൽ ഹൈറ്റും ജസ്റ്റേഷണൽ ഏജും തമ്മിലുള്ള ഒരു വേരിയേഷൻസ് ഉണ്ടോ നോക്കുക. അതിൽ ഏതൊക്കെ കേസസിലാണ് അതിൽ വേരിയേഷൻ വരുന്നത്, ഒന്നുകിൽ നമുക്ക് FGR ഉള്ള കേസസിൽ വേരിയേഷൻ വരാം അല്ലേ. അതായത് നമുക്ക് അത്യാവശ്യം വേണ്ട ഫണ്ടൽ ഹൈറ്റ് അല്ലെങ്കിൽ അത്യാവശ്യം വേണ്ട അബ്ഡോമിനൽ ഗിർത്തിനേക്കാളും കുറവായിരിക്കും FGR കേസസിൽ ഉണ്ടാവുക. ഇനിയിപ്പം വേറെ എന്തിലായിരിക്കും ഇത് വേരിയേഷൻ വരുന്നത്, അതായത് മാക്രോസോമിക് ബേബീസ് ഒക്കെയാണ്, അല്ലെങ്കിൽ പോളിഹൈഡ്രാംനിയോസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അപ്പൊ എന്തായിരിക്കും, അബ്ഡോമിനൽ ഗിർത്തൊക്കെ കൂടുതലായിരിക്കും. ഓക്കെ, അങ്ങനെ വേരിയേഷൻസ് വരാം. പിന്നെ സിംഫൈസിയ ഫണ്ടൽ ഹൈറ്റ്, അതാണ് നമ്മളിപ്പോൾ പറഞ്ഞത്, മെഷർമെന്റ് ഇൻ സെന്റിമീറ്റേഴ്സ് വിച്ച് ഇസ് ക്ലോസ്ലി കോറിലേറ്റ്സ് വിത്ത് ജസ്റ്റേഷണൽ ഏജ് ആഫ്റ്റർ 24 വീക്സ് and a lag of 3 centimeter or more suggests the growth restriction. ഓക്കെ, അപ്പം നമ്മൾ എന്ത് ചെയ്യാണ്, സിംഫൈസിയ ഫണ്ടൽ ഹൈറ്റ് എടുക്കുകയാണ്. സിംഫൈസിയ ഫണ്ടൽ ഹൈറ്റ് എടുത്തിട്ട്
അതിനകത്ത് ഒരു 3 സെന്റിമീറ്ററോ അല്ലെങ്കിൽ അതിൽ കൂടുതലോ ഉള്ള വേരിയേഷൻസ് ആണെങ്കിൽ അതെന്താണ് ലാഗ് അല്ലെ, അതിൽ കുറവാണ് വരുന്നതെന്നുണ്ടെങ്കിൽ നമുക്കതിനെ FGR ആയിട്ട് കൺസിഡർ ചെയ്യാം. ആൻഡ് ഇറ്റ് ഈസ് എ ഫെയർലി സെൻസിറ്റീവ് പാരാമീറ്റർ. അബൌട്ട് 30 to 80% സീരിയൽ മെഷർമെന്റ് ഈസ് ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, അപ്പം ഫണ്ടൽ ഹൈറ്റ് എടുക്കുക, സിംഫൈസിയോ ഫണ്ടൽ ഹൈറ്റ് എടുക്കുക, എപ്പോഴും ഓർക്കുക എ ലാഗ് ഓഫ് 3 സെന്റിമീറ്റർ ഓർ മോർ സജസ്റ്റ് ഗ്രോത്ത് റെസ്ട്രിക്ഷൻ. ഓർത്തിരിക്കുക കേട്ടോ, എപ്പോഴും ആ ഒരു വാല്യൂ മനസ്സിലുണ്ടായിരിക്കുക. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് എന്താണ്, മെറ്റേണൽ വെയിറ്റ് ഗെയിൻ അല്ലെ, നമ്മൾ അമ്മയുടെ വെയിറ്റ് നോക്കുന്നുണ്ട്. ഇപ്പം നമ്മൾ ഈ ആന്റിനേറ്റൽ വിസിറ്റുകളൊക്കെ നടത്തുന്ന സമയത്താണെങ്കിൽ ഈ മദേഴ്സിന് എല്ലാ മന്തും ആന്റിനേറ്റൽ വിസിറ്റ് ഉണ്ട് അല്ലെ, എല്ലാ മന്തും ഉണ്ട്. പിന്നെ അവർ ലാസ്റ്റ് ട്രൈമസ്റ്റർ എത്തുന്ന സമയത്താണെങ്കിൽ അവർക്ക് മന്ത്ലി ട്വൈസ് ആണ്. പിന്നെ എന്താണ് അറൌണ്ട് ടേം എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് എത്രയാണ്, വീക്ക്ലി ആണ് അവരുടെ ആന്റിനേറ്റൽ വിസിറ്റ് വരുന്നത്. അപ്പം ഈ ഓരോ വിസിറ്റിന്റെ സമയത്തും എന്ത് ചെയ്യുന്നുണ്ട്, ഈ മദറിന്റെ വെയിറ്റ് ചെക്ക് ചെയ്യുന്നുണ്ട്. എന്തിനാണ് ഈ വെയിറ്റ് ചെക്ക് ചെയ്യുന്നത്, അതായത് മദറിന് അഡിക്വേറ്റ് ആയിട്ടുള്ള വെയിറ്റ് ഗെയിൻ ഉണ്ടോ എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ടാണ്. ഇപ്പൊ വെയിറ്റ് ഗെയിൻ ഇല്ല, മദറിന്റെ വെയിറ്റ് സ്റ്റേഷനറി ആണെന്നുണ്ടെങ്കിൽ അതെന്തിനാണ് സജസ്റ്റ് ചെയ്യുന്നത്, അത് IUGR നെയാണ് സജസ്റ്റ് ചെയ്യുന്നത്. അപ്പൊ അത് IUGR ലും ഉണ്ടാവും. അതേപോലെ തന്നെ എന്താണ് IUD ഒക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആ കേസസ്. പക്ഷെ IUD നെ നമുക്ക് ഈ വെയിറ്റ് സ്റ്റേഷനറി ആയിരിക്കും, അതോടൊപ്പം തന്നെ എന്താണ് ഫീറ്റൽ മൂവ്മെന്റും കൂടെ ആബ്സെന്റ് ആയിരിക്കും. പക്ഷെ ഇത് ഫീറ്റൽ മൂവ്മെന്റും കാര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ മദറിന്റെ വെയിറ്റ് സ്റ്റേഷനറി ആയിട്ടാണ് നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ ആ മദറിനെ നമുക്ക് എന്ത് സസ്പെക്ട് ചെയ്യാം, IUGR സസ്പെക്ട് ചെയ്യാം. ഓക്കെ, ഇനി ദ മെഷർമെന്റ് ഓഫ് ദ അബ്ഡോമിനൽ ഗിർത്ത് വിച്ച് ഷോയിങ് സ്റ്റേഷനറി ഓർ ഫോളിംഗ് വാല്യൂസ്. നമ്മൾ നേരത്തെ പറഞ്ഞല്ലേ, സിംഫൈസിയോ ഫണ്ടൽ ഹൈറ്റ് എടുക്കുന്ന കാര്യം പറഞ്ഞു. അതോടൊപ്പം തന്നെ നമ്മൾ എന്താണ് അബ്ഡോമിനൽ ഗിർത്തും കൂടെ നോക്കുക. ഈ IUGR ന്റെ കേസസിൽ അബ്ഡോമിനൽ ഗിർത്ത് സ്റ്റേഷനറി ആയിരിക്കും, അല്ലെങ്കിൽ എന്താണ് ഫോളിംഗ് വാല്യൂസ് ആയിരിക്കും, മുമ്പുള്ളതിനേക്കാളും കുറവായിരിക്കും വാല്യൂ വരുന്നത്. ഇനി ബയോഫിസിക്കൽ മെഷർമെന്റിൽ എന്തൊക്കെ പറയാം, അതായത് ഫസ്റ്റ് എക്സാമിനേഷൻ ദാറ്റ് ഷുഡ് കൺഫേം ദ ക്ലിനിക്കൽ എസ്റ്റിമേഷൻ ഓഫ് ദ ജസ്റ്റേഷണൽ ഏജ്. പിന്നെ നമുക്ക് USG എക്സാമിനേഷൻ ആണ് നമ്മൾ ഇതിങ്ങനെ നീട്ടി വലിച്ച് വായിക്കേണ്ട ആവശ്യമുണ്ടോ. ബയോഫിസിക്കൽ എക്സാമിനേഷൻ നമുക്ക് എങ്ങനെ അസസ് ചെയ്യാം, അതായത് നമ്മൾ നേരത്തെ ഡോപ്ലർ എടുക്കുന്ന കാര്യം പറഞ്ഞു അല്ലെ, ഡോപ്ലർ എടുക്കുന്ന കാര്യം പറഞ്ഞു. അതേപോലെ തന്നെ നമുക്ക് USG എടുത്തിട്ട് നമുക്ക് അസസ് ചെയ്യാൻ പറ്റും. ഈ USGക്കകത്ത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും കുട്ടിയുടെ വെയിറ്റ് എത്രയാണ്, അതേപോലെ തന്നെ കുട്ടിയുടെ ജസ്റ്റേഷണൽ ഏജ് എത്രയാണ്, അപ്രോപ്രിയേറ്റ് ഫോർ ദ ജസ്റ്റേഷണൽ ഏജ് ആണോ, എല്ലാം നമുക്ക് അറിയാൻ പറ്റും. കുട്ടിയുടെ ക്രൗൺ ഫ്രം ലെങ്ത്, അതേപോലെ തന്നെ എല്ലാം. ഓക്കെ, ഹെഡ് സർക്കംഫറൻസ് എല്ലാം നമുക്ക് അറിയാൻ പറ്റും. ഓക്കെ, അപ്പം USG ആണ്. ഇറ്റ് ഈസ് എക്സ്ട്രീംലി യൂസ്ഫുൾ നോട്ട് ഓൺലി ടു ഡയഗ്നോസ് ദ ഗ്രോത്ത് റിട്ടാർഡേഷൻ ബട്ട് ഓൾസോ ടു ഐഡന്റിഫൈ ദ ഫീറ്റസ് ഓഫ് സിമെട്രിക്കൽ ഓർ അസിമെട്രിക്കൽ വൺ. ഓക്കെ, അപ്പൊ USG കൂടെ മാത്രമേ നമുക്ക് അത് കൺഫേം ചെയ്യാൻ പറ്റുള്ളൂ, ഈ കുട്ടി സിമെട്രിക്കൽ IUGR ഉള്ള കുട്ടിയാണോ അല്ലെങ്കിൽ എന്താണ് അസിമെട്രിക്കൽ IUGR ഉള്ള കുട്ടിയാണോ എന്നുള്ളത് കൺഫേം ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പൊ ഡയഗ്നോസിസ് നമ്മൾ പറഞ്ഞു. ഇനി നമുക്ക് കോംപ്ലിക്കേഷൻസ് നോക്കാം. ഓക്കെ, എന്തൊക്കെയാണ് കോംപ്ലിക്കേഷൻ. ഇപ്പൊ നമ്മൾ കോസസ് പറഞ്ഞ പോലെ തന്നെ കോംപ്ലിക്കേഷൻ പറയുമ്പോഴും ആർക്കൊക്കെ കോംപ്ലിക്കേഷൻ ഉണ്ടാവും, ഈ മദർ IUGR ഉണ്ടെങ്കിൽ ഫീറ്റൽ കോംപ്ലിക്കേഷൻസ് ഉണ്ടാവാം അല്ലെ. ഫീറ്റൽ കോംപ്ലിക്കേഷനിൽ മെയിൻ ആയിട്ടും വരുന്നത് എന്താണ്, അതായത് ആന്റിനാറ്റൽ പീരീഡിലാണെങ്കിൽ കുട്ടിക്ക് എന്തുണ്ടാവാം, ക്രോണിക് ഫീറ്റൽ ഡിസ്ട്രസ് ഉണ്ടാവാം, അതേപോലെ തന്നെ ഫീറ്റൽ ഡെത്തും ഒക്കർ ചെയ്യാം. ഇനി ഇൻട്രാനാറ്റൽ പീരീഡിലാണെങ്കിൽ കുഞ്ഞിന് ഹൈപ്പോക്സിയ ഉണ്ടാവാം, അതേപോലെ തന്നെ അസിഡോസിസും കോസ് ചെയ്യാം. ഇനി ആഫ്റ്റർ ബർത്തിൽ എന്തൊക്കെ കോംപ്ലിക്കേഷൻസ് ഉണ്ടാവും എന്നുള്ളതാണ് നമുക്ക് നോക്കേണ്ടത്. ആഫ്റ്റർ ബർത്തിലാണെങ്കിൽ നമുക്ക് ഇമ്മീഡിയറ്റും ലേറ്റും പറയാം, അത് നമുക്ക് നോക്കാം. ഇപ്പൊ ആഫ്റ്റർ ബർത്തിലാണെങ്കിൽ നമുക്ക് ഇമ്മീഡിയറ്റ് പറയാം. ഇമ്മീഡിയറ്റ് ആയിട്ട് എന്തൊക്കെ കാര്യങ്ങളുണ്ടാകും, കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞ ഉടനെ ഒരു IUGR ബേബി ആണെങ്കിൽ ആ ബേബിക്ക് ഇപ്പം നമുക്കറിയാം IUGR എന്ന് പറയുമ്പം ഈ വെദർ ഇറ്റ് ഈസ് സിമെട്രിക്കൽ ഓർ അസിമെട്രിക്കൽ, ആ കുഞ്ഞിന് ഒരുപാട് ഡിഫക്ട്സ് ഉണ്ടാവാം അല്ലെ, അല്ലെങ്കിൽ അത് അതിന്റെ മെച്യൂരിറ്റി അറ്റൈൻ ചെയ്തോളണമെന്നില്ല. അപ്പൊ ആ കുഞ്ഞിന് എന്താണ് ഒബ്വിയസ്ലി അതിന് ഒരുപാട് കോംപ്ലിക്കേഷൻസ് അല്ലെങ്കിൽ അതിന് ഒരുപാട് മാൽഫോർമേഷൻസ് ഉണ്ടാവും. അപ്പൊ എന്തൊക്കെയാണ് അതൊക്കെ, ഒന്ന് ആസ്ഫിക്സിയ ഉണ്ടാവാം, അല്ലെങ്കിൽ ബ്രോങ്കോ പൾമണറി ഡിസ്പ്ലേഷ്യ, അല്ലെങ്കിൽ RDS ഉണ്ടാവാം. പിന്നെ ഹൈപ്പോഗ്ലൈസീമിയ ഡ്യൂ ടു ഷോർട്ടേജ് ഓഫ് ഗ്ലൈക്കോജൻ റിസർവ് ഇൻ ദ ലിവർ, പിന്നെ മെക്കോണിയം ആസ്പിറേഷൻ സിൻഡ്രോം ഉണ്ടാവാം, മൈക്രോ കൊയാഗുലേഷൻ ഒക്കൂർ ചെയ്യാം, ഹൈപ്പോതെർമിയ ഉണ്ടാവുക. ആ കുഞ്ഞെന്താണ് അതിന്റെ ഡെവലപ്മെന്റ് ഒക്കെ അറ്റൈൻ ചെയ്ത് വരുന്നല്ലേ ഉണ്ടാവുള്ളൂ. അപ്പൊ ആ കുഞ്ഞിന് ഹൈപ്പോതെർമിയ ഉണ്ടാവാം. പിന്നെ പൾമണറി ഹെമറേജ് ഉണ്ടാവാം, പോളിസൈത്തീമിയ, അനീമിയ, ത്രോംബോസൈറ്റോപീനിയ തുടങ്ങിയിട്ടുള്ള ഹെമറ്റോളജിക്കൽ ഡിസോർഡേഴ്സ് ഉണ്ടാവാം. പിന്നെ ഹൈപ്പർ വിസ്കോസിറ്റി ത്രോംബോസിസ്, പിന്നെ നെക്രോഡൈസിങ് എൻട്രോകൊളൈറ്റിസ് ഡ്യൂ ടു റെഡ്യൂസ്ഡ് ഇൻഡസ്റ്റൈനൽ ബ്ലഡ് ഫ്ലോ. പിന്നെ കുഞ്ഞിന് IVH ഉണ്ടാവുക, ഇലക്ട്രോലൈറ്റ് അബ്നോർമാലിറ്റീസ് ഉണ്ടാവുക, ഹൈപ്പോകാൽസീമിയ അല്ലെങ്കിൽ ഹൈപ്പർ ഫോസ്ഫറ്റീമിയ,
ഹൈപ്പോകാലീമിയ. അത് എന്ത് കാരണമാണ്? ഇമ്പയർഡ് റീനൽ ഫംഗ്ഷൻ കാരണമാണ് ഹൈപ്പോകാലീമിയ ഒക്കെ ഉണ്ടാവുന്നത് കേട്ടോ. ഇനി മൾട്ടി ഓർഗൻ ഫെയിലിയേഴ്സ് ഉണ്ടാവും അല്ലേ, അതായത് ആ കുഞ്ഞിന്റെ ബ്ലഡ് ഫ്ലോ ഒക്കെ ഇൻസഫിഷ്യന്റ് ആണ് ഉണ്ടാവുന്നുണ്ടെങ്കിൽ ആ കുഞ്ഞിന് മൾട്ടി ഓർഗൻ ഫെയിലിയർ ഉണ്ടാവും. ഇനി ഇൻക്രീസ്ഡ് പെരിനാറ്റൽ മോർബിഡിറ്റി ആൻഡ് മോർട്ടാലിറ്റി ഓൾസോ ഒക്വർ. അപ്പൊ ഇത്ര ഇമ്മീഡിയറ്റ് കോംപ്ലിക്കേഷൻസ് ആണ് നമ്മൾ പറഞ്ഞത്. ഇനി ലേറ്റ് കോംപ്ലിക്കേഷൻസ് ആയിട്ട് എന്തൊക്കെ ഉണ്ടാവുക? അസിമെട്രിക്കൽ IUGR ബേബീസ് ടെൻഡ് ടു ക്യാച്ച് അപ്പ് ഗ്രോത്ത് ഇൻ ഏർലി ഇൻഫൻസി ആൻഡ് ദ ഫീറ്റസസ് ആർ ലൈക്ലി ടു ഹാവ് എന്തൊക്കെ ഉണ്ടാവുക? റിട്ടാർഡഡ് ന്യൂറോളജിക്കൽ ആൻഡ് ഇന്റലക്ച്വൽ ഡെവലപ്മെന്റ് ഇൻ ഇൻഫൻസി. അല്ലെ, അവർ വളർന്നു കഴിഞ്ഞ് അവരുടെ ഒരു ഇൻഫൻസി പീരീഡിലോട്ട് എത്തുമ്പോഴേക്കും അവർക്ക് എന്താണ് ഇന്റലക്ച്വൽ ഡെവലപ്മെന്റ് ഒക്കെ ഉണ്ടാവുക, റിട്ടാർഡഡ് ആയിരിക്കാം. പിന്നെ worst prognosis is for IUGR is caused by congenital infection, congenital abnormalities and chromosomal defects. ഇൻഫൻസിയിലുള്ള കാര്യങ്ങൾ പറഞ്ഞു. അതുപോലെ തന്നെ ഈ കുഞ്ഞുങ്ങൾ വലുതാവുമ്പോൾ, അതായത് അഡൾട്ടിലേക്കൊക്കെ എത്തിക്കഴിയുമ്പോഴേക്കും അവർക്ക് എന്തുണ്ടാവാം? മെറ്റബോളിക് സിൻഡ്രോം ഉണ്ടാവാം. അതായത് ഈ കുഞ്ഞുങ്ങൾ ഒബീസ് ആവാം, അതേപോലെ തന്നെ ഹൈപ്പർ ടെൻഷൻ, ഡയബറ്റീസ്, അതേപോലെ തന്നെ കൊറോണറി ഹാർട്ട് ഡിസീസസ്. പിന്നെ ലോ ബർത്ത് വെയിറ്റ് ഇൻഫൻസിന് എന്താ ഹാവ് ആൻ ഓൾട്ടേർഡ് ഓറക്സിജനിക് മെക്കാനിസം ദാറ്റ് കോസസ് ഇൻക്രീസ്ഡ് അപ്പറ്റൈറ്റ് ആൻഡ് റെഡ്യൂസ്ഡ് സറ്റൈറ്റി. ഇതൊക്കെ കുഞ്ഞുങ്ങൾക്ക് അവരുടെ ഒരു ലേറ്റ് ലൈഫിൽ ഉണ്ടാവുന്ന കാര്യങ്ങളാണ്. ഇനി റെഡ്യൂസ്ഡ് നമ്പർ ഓഫ് നെഫ്രോൺസ്, അല്ലെ, അവരുടെ നെഫ്രോൺസിലെ നമ്പേഴ്സ് കുറവായിരിക്കും. ദാറ്റ് കോസസ് റീനൽ വാസ്കുലാർ ഹൈപ്പർ ടെൻഷൻ. അപ്പൊ ഇത്രയും നമ്മൾ കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാകുന്ന കോംപ്ലിക്കേഷൻസിനെ കുറിച്ച് പറഞ്ഞു. ഇനി അമ്മയ്ക്ക് ഉണ്ടാകുന്ന കോംപ്ലിക്കേഷൻസ് എന്തൊക്കെയാണ്? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ IUGR കാരണം അമ്മയ്ക്ക് വലിയ കോംപ്ലിക്കേഷൻസ് ഒന്നും ഉണ്ടാവുന്നില്ല, കാര്യമായിട്ടുള്ള കോംപ്ലിക്കേഷൻസ് ഒന്നും ഉണ്ടാവുന്നില്ല. പക്ഷെ ഈ പ്രീ എക്ലാംഷ്യ, ഹാർട്ട് ഡിസീസും മാൽന്യൂട്രീഷനും ഒക്കെ അമ്മയ്ക്ക് ഒരു ലൈഫ് ത്രെട്ടനിങ് കണ്ടീഷൻ ആയിട്ട് മാറുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു തവണ അതായത് അമ്മയുടെ ഒരു കുഞ്ഞിന് ഗ്രോത്ത് റിട്ടാർഡഡ് ആയിട്ടുണ്ടെങ്കിൽ റിസ്ക് ഓഫ് ഹാവിങ് അനദർ ഈസ് 2-fold. അതൊരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ ആണ്. അതായത് മുമ്പത്തെ കുഞ്ഞിന് ഉണ്ടായിട്ടുണ്ടെങ്കിൽ രണ്ടാമത്തെ കുഞ്ഞിന് ഉണ്ടാവാനുള്ള ചാൻസ് എത്രയാണ്? 2-fold ആണ്. അല്ലാതെ കാര്യമായിട്ടുള്ള റിസ്ക് ഫാക്ടേഴ്സോ കോംപ്ലിക്കേഷൻസോ ഒന്നും അമ്മയ്ക്ക് ഉണ്ടാവുന്നില്ല കേട്ടോ. ഇനി നമുക്ക് എന്തൊക്കെ മാനേജ്മെന്റ് കൊടുക്കാൻ പറ്റും? മെയിൻ ആയിട്ടും IUGR ആണെന്ന് നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് നമുക്ക് മെയിൻ ആയിട്ടും കൊടുക്കാൻ പറ്റുന്നതെന്ന് വെച്ചാൽ അത് നമ്മൾ ജസ്റ്റേഷണൽ ഏജിനനുസരിച്ചിരിക്കും. ഓക്കെ, അപ്പം നമുക്ക് കൊടുക്കാൻ പറ്റുന്ന മെയിൻ ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ അഡിക്വേറ്റ് ബെഡ് റെസ്റ്റ് ആണ് വേണ്ടത്. എസ്പെഷ്യലി ഈ ലെഫ്റ്റ് ലാറ്ററൽ പൊസിഷനിലാണ് എപ്പോഴും നമുക്കറിയാം പ്രഗ്നന്റ് ലേഡീസിനെ നമ്മൾ സജസ്റ്റ് ചെയ്യുന്നത് എന്താണ്? ലെഫ്റ്റ് ലാറ്ററൽ പൊസിഷൻ ആണ്. പിന്നെ പിന്നെ നമ്മളൊരു കോഴ്സ് പറഞ്ഞായിരുന്നല്ലേ, അമ്മയുടെ കോഴ്സ് പറയുന്ന സമയത്ത് അതിനകത്ത് നമ്മൾ മാൽന്യൂട്രീഷൻ പറഞ്ഞായിരുന്നു. അതാണ് ഏറ്റവും മേജർ അല്ലെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് കോഴ്സ് എന്ന് പറയുന്നത്. അപ്പം മാൽന്യൂട്രീഷൻ കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ബാലൻസ്ഡ് ഡയറ്റ് ആണ് നമ്മൾ സജസ്റ്റ് ചെയ്യുന്നത്. ബാലൻസ്ഡ് ഡയറ്റ് 300 എക്സ്ട്രാ കാലറീസ് പെർ ഡേ ആണ് നമ്മൾ പറയുന്നത്, സജസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അത് ഓർത്തിരിക്കുക. ടു കറക്റ്റ് ദ മാൽന്യൂട്രീഷൻ, ബാലൻസ്ഡ് ഡയറ്റ് 300 എക്സ്ട്രാ കാലറീസ് പെർ ഡേ. പിന്നെ to institute appropriate therapy for the associated complicating factors likely to produce growth restriction. പിന്നെ എന്താണ്? അവോയ്ഡൻസ് ഓഫ് സ്മോക്കിംഗ്, ടുബാക്കോ ആൻഡ് ആൽക്കോഹോൾ. അപ്പം അമ്മ സ്മോക്ക് ചെയ്യുന്ന ആളാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ ടോക്സിൻസ് എന്ന് പറഞ്ഞൊരു ഫാക്ടർ പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞല്ലേ, സ്മോക്ക് ചെയ്യുന്ന ആളാണ്, അല്ലെങ്കിൽ ആൽക്കഹോളിസം ഉള്ള ആളാണെങ്കിലൊക്കെ, ടുബാക്കോ ഒക്കെ യൂസ് ചെയ്യുന്ന ആളാണെങ്കിലൊക്കെ അതൊക്കെ എന്തിനു കോസ് ചെയ്യുന്നുണ്ട്? അമ്മയുടെ കുഞ്ഞിന്റെ ഗ്രോത്ത് റിട്ടാർഡേഷന് വേണ്ടി കോസ് ചെയ്യുന്നു. അപ്പൊ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ പറയാം. അതോടൊപ്പം തന്നെ മെറ്റേണൽ ഹൈപ്പർ ഓക്സിജനേഷൻ അറ്റ് ദ റേറ്റ് ഓഫ് 2.5 liter per minute by nasal prong for the short term prolongation of pregnancy. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഓക്സിജൻ സപ്ലൈ കൂടെ കൊടുക്കാം അല്ലേ കുഞ്ഞിന്. അപ്പം അമ്മയ്ക്ക് മാൽന്യൂട്രീഷനോ അല്ലെങ്കിൽ ഇൻസഫിഷ്യൻസി, പ്ലാസന്റൽ ഇൻസഫിഷ്യൻസി ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കുഞ്ഞിനും കൂടെ അത് ബാധിക്കുന്ന കാര്യമാണ്. അപ്പം നമുക്ക് 2.5 liter per minute നമുക്ക് എന്ത് ചെയ്യാം? nasal prongs അല്ലെങ്കിൽ എന്താണ് മാസ്ക് വഴിയൊക്കെ നമുക്ക് ഒരു ഷോർട്ട് ടേം ആയിട്ട് നമുക്ക് ഓക്സിജൻ തെറാപ്പി കൊടുക്കാം. പിന്നെ ആസ്പിരിൻസ് കൊടുക്കുന്നുണ്ട്. ആസ്പിരിൻസ് എപ്പോഴും കൊടുക്കുന്നത് ലോ ഡോസ് ആസ്പിരിൻ ആണ് കൊടുക്കുന്നത്. അതായത് അറ്റ്ലീസ്റ്റ് 50 mg ഡെയിലി ആണ് കൊടുക്കുന്നത്. ദാറ്റ് മേ ബി ഹെൽപ്ഫുൾ ഇൻ വെരി സെലക്ടഡ് കേസസ് വിത്ത് ഹിസ്റ്ററി ഓഫ് ത്രോംബോട്ടിക് ഡിസോർഡർ. അപ്പം നമ്മൾ കുറേ ത്രോംബോട്ടിക് ഡിസോർഡേഴ്സ് ഒക്കെ പഠിച്ചില്ലേ? അപ്പം അമ്മയ്ക്ക് എന്തെങ്കിലും ത്രോംബോട്ടിക് ഡിസോർഡേഴ്സ് ഉണ്ട്, അല്ലെങ്കിൽ ഹൈപ്പർ ടെൻഷൻ, പ്രീ എക്ലാംഷ്യ, അല്ലെങ്കിൽ റിക്കറന്റ് IUGR ഒക്കെ ഉള്ള ആളാണെന്നുണ്ടെങ്കിൽ ഒരു ലോ ഡോസ് ആസ്പിരിൻ കൊടുക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ എത്രയാണ് കൊടുക്കുന്നത്? അറ്റ്ലീസ്റ്റ് 50 mg ഡെയിലി ആണ് നമ്മൾ കൊടുക്കുന്നത്. പിന്നെ ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് മെറ്റേണൽ ഹൈപ്പർ എലിമെന്റേഷൻ ബൈ അമിനോ ആസിഡ്സ് ദാറ്റ് ക്യാൻ ബി ഇംപ്രൂവ് ദ ഫീറ്റൽ ഗ്രോത്ത് ഇഫ് ഇറ്റ് വാസ് ഡ്യൂ ടു മെറ്റേണൽ മാൽന്യൂട്രീഷൻ.
ഓക്കെ. അപ്പോൾ ഈ അമിനോ ആസിഡ് സപ്ലിമെന്റ്സ് നമ്മൾ കൊടുക്കും. മാൽന്യൂട്രീഷനോ അല്ലെങ്കിൽ അമ്മയുടെ മാൽന്യൂട്രീഷൻ കാരണമൊക്കെയാണ് കുഞ്ഞിന് IUGR അല്ലെങ്കിൽ ഒലിഗോ ഹൈഡ്രാമിനോസ് ഒക്കെ ഉണ്ടാവുന്ന കേസസിലൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, അമിനോ ആസിഡ്സ് കൊടുക്കുന്നുണ്ട്. ഈ അമിനോ ആസിഡ്സിന്റെ കാറ്റഗറിയിൽ വരുന്നതാണ് മെയിനായിട്ട് ഈ ലൈക്കോപ്പിൻ ഒക്കെ വരുന്നില്ലേ, L-arginine, അതേപോലെ തന്നെ ലൈക്കോപ്പിൻ, അതൊക്കെയാണ് മെയിനായിട്ട് നമ്മൾ ക്ലിനിക്സിൽ കൊടുക്കുന്നത്. അപ്പം അത് നമ്മൾ വൺസ് ഡെയിലി നമ്മൾ കൊടുക്കുന്നുണ്ട്. ആൻഡ് ഇറ്റ് ഈസ് നോട്ട് ഹെൽപ്ഫുൾ വെൻ ദ പ്ലാസന്റൽ ഫംഗ്ഷൻ ഈസ് ഡെഫിഷ്യൻറ്റ്. അതായത് പ്ലാസന്റൽ ഫംഗ്ഷൻ ഡെഫിഷ്യൻ്റ് ആണെന്നുണ്ടെങ്കിൽ ഈ സാധനം കൊടുത്തുകൊണ്ട് വലിയ ഉപകാരമൊന്നുമില്ല. പക്ഷെ അല്ലാതെ അമ്മയുടെ മാൽന്യൂട്രീഷൻ കൊണ്ടാണ് ഉണ്ടാകുന്നുണ്ടെങ്കിൽ നമുക്ക് ഈ അമിനോ ആസിഡ്സ് ഒക്കെ സപ്ലൈ ചെയ്യാം. പിന്നെ മെറ്റേണൽ വോളിയം എക്സ്പാൻഷൻ ദാറ്റ് മേ ബി ഹെൽപ്ഫുൾ ഇൻ ഇംപ്രൂവിങ് ദ പ്ലാസന്റൽ പെർഫ്യൂഷൻ അല്ലേ. അപ്പൊ അമ്മ നന്നായിട്ട് ഹൈഡ്രേറ്റഡ് ആയിരിക്കുക. അമ്മയുടെ ഹെൽത്ത് എന്താണ്, കുഞ്ഞിന്റെ ഹെൽത്തിനെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ബാധിക്കുന്ന കാര്യങ്ങൾ. അപ്പൊ ഇത്രയാണ് ഇതിന്റെ മെയിൻ മാനേജ്മെന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഓർത്തിരിക്കുക, ഇപ്പൊ ഈ ഒരു IUGR എന്ന് പറയുന്ന കേസ് അല്ലെങ്കിൽ FGR ഫീറ്റൽ ഗ്രോത്ത് റെസ്ട്രിക്ഷൻ എന്ന് പറയുന്നത് ഒരു വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കണ്ടീഷൻ ആണ്. നമ്മൾ പണ്ടൊട്ടേ പഠിക്കുന്നതാണ് അല്ലെ, ഫോർത്ത് ഇയറിൽ നമ്മൾ പഠിച്ചൊരു കണ്ടീഷൻ ആണ്. എന്നാലും ഓർത്തിരിക്കുക, നമ്മളിപ്പോൾ ക്ലിനിക്സിലൊക്കെ വർക്ക് ചെയ്യുവാണെങ്കിലും നമ്മൾ സ്ഥിരമായിട്ട് ഇപ്പം ഒരു OBG ഡിപ്പാർട്ട്മെന്റിലൊക്കെ വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ സ്ഥിരമായിട്ട് കാണുന്ന ഒരു കേസാണ് FGR എന്ന് പറയുന്നത്. അപ്പം നമ്മൾ അത് പഠിച്ചു, എന്താണ് FGR എന്നുള്ള കാര്യം നമ്മൾ പഠിച്ചു. 10th പെർസെൻറ്റേജിൽ കുറവായിരിക്കും ബർത്ത് വെയിറ്റ് എന്നുള്ള കാര്യം നമ്മൾ പഠിച്ചു കഴിഞ്ഞു. പിന്നെ അതിന്റെ കോസസ് എത്തിയോളജീസ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു അല്ലേ. എത്തിയോളജി എന്ന് പറയുമ്പം അതിനകത്ത് മെയിൻ ആയിട്ടും 3-4 കാര്യങ്ങൾ നമ്മൾ പറയുന്നുണ്ട്. മെറ്റേണൽ ഫാക്ടേഴ്സ് ഉണ്ട്, ഫീറ്റൽ ഫാക്ടേഴ്സ് ഉണ്ട്, പ്ലാസന്റൽ ഫാക്ടേഴ്സ് ഉണ്ട്, അതേപോലെ തന്നെ എന്താണ് അൺനോൺ ഫാക്ടേഴ്സ് ഉണ്ട് അല്ലേ. അതുപോലെ തന്നെ കുറച്ച് കോൺട്രിബ്യൂട്ടിംഗ് റിസ്ക് ഫാക്ടേഴ്സ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി അതിന്റെ ഡയഗ്നോസിസ് എങ്ങനെയാണ്, പിന്നെ അതെങ്ങനെ നമുക്ക് മാനേജ് ചെയ്യാന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇതൊരു ജസ്റ്റ് അഡീഷണൽ നോട്ടായിട്ട് എടുത്ത് പഠിക്കുക. അപ്പം എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ ആൻഡ് താങ്ക് യു.